അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം പളനിക്ക് പോവുകയാണ്. ട്രെയിനിലാണ് വന്നത് കൊല്ലത്തുനിന്ന്. എന്നിട്ട് അവിടെ വന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു കുതിര വണ്ടിയിലാണ് കയറിയത്. കുതിരവണ്ടി കയറി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. ഓട്ടോറിക്ഷയിൽ പോകാം, പക്ഷേ കുതിരവണ്ടി കയറിയപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ കയറണമെന്ന് തോന്നി. മോനായിരുന്നു ഭയങ്കര നിർബന്ധം. അങ്ങനെ അവൻ കയറി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് റൂമിലേക്ക്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തപ്പം ദേവസ്വം ബോർഡ് റൂം നല്ലതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണം. അത് കാരണം ഞങ്ങൾ പുറത്താണ് റൂം എടുത്തേക്കുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ മസാല ദോശയോ നെയ്റോസ്റ്റ് കഴിക്കുകയാണ്. എന്നിട്ട് വെറുതെ ഞങ്ങൾ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഉച്ച കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞ് മുടിമുട്ടയടിക്കാനായിട്ട്. പളനിമലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അന്നൊരു വലിയ തിരക്ക് കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഇലക്ഷനായിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങളതൊന്നും അറിയാതെയാണ് പോയത്. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുറ്റുമൊക്കെ ചുമ്മാതൊന്ന് നടക്കാമെന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയതാണ്. റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. അവിടെ ഇറങ്ങി ആ മലയൊക്കെ ഒന്ന് വെളിയിൽ നിന്ന് കാണുവാണ്. എന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നിന്നൊക്കെ ഒന്ന് കാണുകയായിരുന്നു. കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകുന്ന ഞാൻ വളരെ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ നല്ല എഴുന്നള്ളത്തും രാജാലങ്കാരവും ഒക്കെ കാണാം എന്ന് എന്നോട് 1-2 ആൾക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഒക്കെ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ കച്ചവടങ്ങളൊക്കെ ഒന്ന് കാണുവാണ്. പിള്ളേർ 2 പേരും കൂടെ ഓരോന്നൊക്കെ വാങ്ങിക്കുകയാണ്. നല്ല രസമാണ്. ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാൻ. 2 ഹസ്ബൻഡുമായിട്ട് മുട്ടയടിക്കാനായിട്ട് വന്നു. ദേവസ്വം ബിൽഡിങ്ങിൽ തന്നെ ഞങ്ങൾ അടിച്ചത്. അതാണ് ഏറ്റവും നല്ലത്. നമ്മളെ ക്യാൻവാസ് ചെയ്യും ആൾക്കാർ, ഞാൻ കൊണ്ടുപോകാം. പക്ഷേ ഒരിക്കലും നമ്മൾ അവരുടെ കൂടെ ഒന്നും പോകരുത്. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ അവർ തന്നെ അത് ഏർപ്പാട് ചെയ്തതാണ്. അമ്പലത്തിൻ്റെ തന്നെയാണ്. നമ്മളൊരു നേർച്ച ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ മുടി മുട്ടയടിക്കുകയാണ്. ഹസ്ബൻഡിന് മുന്നേ ഒരു ആഗ്രഹമായിരുന്നു, എപ്പോഴെങ്കിലും പളനി പോകുമ്പോൾ മുടി മുട്ടയടിക്കണമെന്ന്. അങ്ങനെ വന്നതാണ്. മുടി മുട്ടയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭഗവാന്റെ മുമ്പിൽ തന്നെയാണ്. ഇവിടെ വന്നടിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു പളനിയിൽ വരണമെന്ന്. കുറേ വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മുടി മുട്ടയടിക്കാനായിട്ട് വരുന്നുണ്ട്. അത് സ്ത്രീകളൊക്കെ നല്ല മുടിയുള്ളവരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒരു നേർച്ചയായിട്ട് വരുന്നവരാണ്. അങ്ങനെ മുടി മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് നോക്കുകയാണ്, എല്ലാവരെയും നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ചന്ദനം പൂശുന്നിടത്തോട്ട് പോവുകയാണ്. പക്ഷേ ചന്ദനം പൂശുന്ന വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ വെളിയിലൊക്കെ വന്ന് പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് കുളിച്ചിട്ടാണ് വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ വെളിഭാഗമൊക്കെയാണ്. പക്ഷേ മല കയറുന്നത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മൊബൈൽ ഉപയോഗിച്ചുകൂടാന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിരോധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് മുന്നെയൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ മൊബൈൽ കൊണ്ടുപോയില്ല സ്റ്റെപ്പ് കയറുന്നതിന്. കുറേ ആൾക്കാരൊക്കെ പിന്നെ അവിടെ ചെന്നപ്പോൾ ചില ആളുകളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ നമ്മളൊരിക്കലും ഒരെണ്ണം ചെയ്തുകൂടാന്ന് പറഞ്ഞ് ചെയ്തുകൂടല്ലോ. അത് കാരണം നമ്മൾ സ്റ്റെപ്പ് കയറുന്നത് എടുക്കാൻ പറ്റിയില്ല. വളരെ നല്ല അനുഭവമായിരുന്നു. ഓരോരുത്തർ കേബിൾ കാർ വഴിയൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. മുരുകൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് കയറാനും ഇറങ്ങി വരാനും ഒക്കെ നന്നായിട്ട് തന്നെ നടന്നു വരാൻ പറ്റി. ഞങ്ങളൊരു 5 വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞ് കയറി. ഞങ്ങൾ രാത്രിയായി തിരിച്ചു വന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ പൂജയൊക്കെ കണ്ട് അവിടുത്തെ രാജാലങ്കാരം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു അത് കാണാൻ പറ്റുമോ, വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഒരു ഹോട്ടലാണ്. നല്ലൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അലങ്കാരം എല്ലാം കണ്ട് എല്ലാ പൂജയും കഴിഞ്ഞ് രാത്രി 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് പ്രസാദം എല്ലാം വാങ്ങിച്ചത് കൂടാതെ ഭഗവാന് നേദിച്ച ആ പായസം ഒക്കെ കിട്ടി. ഇത് ഞങ്ങൾ ഒരു ബാലമുരുകൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ നമ്മൾ നേർച്ചയൊക്കെ ചെയ്യുന്നത്. അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. ഇവിടാണ് നമ്മൾ നേർച്ച അഭിഷേകമൊക്കെ ചെയ്യുന്നത്. നമ്മൾ പാലഭിഷേകം ബുക്ക് ചെയ്തിരുന്നു. അതൊക്കെ നടത്താനുള്ളൊരു ഭാഗ്യം കിട്ടി. 2-3 ലിറ്റർ പാലൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ നമ്മൾ അതിനെല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു. റൂംകാരാണ് ചെയ്തത്. അപ്പോൾ എല്ലാം തേങ്ങ, പഴം, നെയ്യ് എല്ലാം കൂടെ ഒരു കിറ്റായിട്ട് വാങ്ങി നമ്മൾ തന്നെ നേരിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അതെല്ലാം അഭിഷേകം ചെയ്ത് അതെല്ലാം നമുക്ക് തിരികെ തരികയും ചെയ്ത് അതിനൊക്കെ നമുക്കൊരവസരം ഉണ്ടായിരുന്നു. നല്ല ഒരു ഭാഗ്യമായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കയറി. പക്ഷേ നമുക്കൊരു വിഷമേ ഉള്ളൂ, നമുക്ക് മല കയറുന്നത് എടുക്കാൻ പറ്റിയില്ല, മറ്റുള്ളവരെ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അത് ഒരു അനുഭവം തന്നെയാണ് പളനിമല കയറുക എന്നത്. ഒരു വേദനയോ അസ്വസ്ഥതയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കയറി അതുപോലെ തന്നെ ഇറങ്ങി വരാനും
ഒക്കെ പറ്റി. അത് അവിടെ ചെല്ലുമ്പോൾ ഉള്ള അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മുരുകനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ മാറ്റും. പക്ഷേ നമ്മളതിൻ്റെ ചുറ്റും നിന്നെല്ലാം നന്നായിട്ട് തൊഴാനും എല്ലാം കാണാനും ആ എഴുന്നള്ളി വരുന്ന ആ രാജാലങ്കാരത്തിൽ വരുന്ന മുരുകനെ കാണാൻ ഒരുപാട് നല്ലതാണ്. അതൊരു ഭയങ്കര ഭാഗ്യവുമായിരുന്നു അത് കാണുന്നത്. അതുപോലെ തന്നെ അഭിഷേകം ചെയ്യാൻ പറ്റിയതും എല്ലാം ഒത്തിരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് പ്രസാദമൊക്കെ അവിടെ നിന്ന് അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരാനും തിരുമേനി നമുക്ക് കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്ത് അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും തിരക്കുള്ള ഇത്രയും വലിയ അമ്പലത്തിൽ നിന്നൊക്കെ അകത്തുനിന്ന് ചന്ദനം പ്രസാദമൊക്കെ നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് കിട്ടുക എന്നുള്ളത് ഒരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ട് വന്ന് ഉള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ സന്ധ്യയായി. അവിടെ വന്ന് ചുറ്റുമൊക്കെ ഒന്ന് കാണുവാണ്. കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി തിരിച്ചിറങ്ങാൻ നേരം മോൻ പറഞ്ഞതാണ് നമുക്കെന്നാൽ കാറ് വഴി വരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, നമുക്ക് എന്തായാലും ഇറങ്ങി പടി കയറി തന്നെ വരാം. എൻ്റെ ഒരൊറ്റ നിർബന്ധമായിരുന്നു. എന്തായാലും അത് ഭഗവാൻ അനുഗ്രഹിച്ചെല്ലാം സാധിച്ച്. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഭഗവാന്റെ അടുത്ത് പോവുക എന്നത്. അതിനിപ്പോഴാണ് നമുക്ക് സമയമുണ്ടായത്. ഒരിക്കലെങ്കിലും പോകാൻ നമ്മൾ ശ്രമിക്കണം. ഭഗവാന്റെ അടുത്ത് പോവുക എന്നൊരു മഹാഭാഗ്യമാണ്. അങ്ങനെ അവിടെ എല്ലാം നമ്മൾ ആ സന്ധ്യയ്ക്ക് നിന്ന് കാണുന്ന അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കില്ലായിരുന്നു അന്ന്. ഇലക്ഷൻ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. 2 ദിവസം നമ്മളവിടെ സ്റ്റേ ചെയ്തിരുന്നു. ഞങ്ങൾ പുറത്താണ് റൂം എടുത്തത്. ഒരു 5 പേർക്ക് പറ്റിയ വലിയൊരു റൂമാണ് നമുക്ക് കിട്ടിയത്. ബുക്ക് ചെയ്തിരുന്നു. എല്ലാ സൗകര്യമുള്ള നല്ല അവിടുത്തെ സംബന്ധിച്ചുള്ള നല്ല വൃത്തിയുള്ള ഒരു റൂം തന്നെയായിരുന്നു. സാധാരണ തമിഴ്നാട്ടിലൊക്കെ അത്ര പോരാ എന്നാണ് പറയുന്നത്. പക്ഷേ നല്ലൊരു റൂമായിരുന്നു. AC എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു റൂം തന്നെ ഉപയോഗിക്കാൻ പറ്റി. നല്ല കച്ചവടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ ദിവസം പിറ്റേ ദിവസവും വെളിയെല്ലാം പുറത്തൊക്കെ പോയി നോക്കിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങിയാണ് ചെയ്തത്. കച്ചവടങ്ങൾ പൂവൊക്കെ ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ച് തലയിൽ വെച്ച് അവിടെ എല്ലാവരും പൂവൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അമ്മൂനും പൂ വാങ്ങിച്ചു കൊടുത്ത്. അവൾ പിന്നെ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നല്ല ശരവണ ഹോട്ടലായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു നമ്മുടെ ഹോട്ടലിലെ ആൾക്കാർ. അവർ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നല്ല ഫുഡായിരുന്നു. പൂരി എല്ലായിരുന്നു. എന്ത് വേണമെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഒരു മുട്ട താന്നിരിക്കുന്നു. മുടിയൊക്കെ മുട്ടയടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.